Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ക്ലാസ് 12 ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. Now we can move to the first question. The question is, consider a current carrying wire which carries a current I and it is in the shape of a circle. Okay, note that as the current progresses along the wire, the direction of current density, that is J, changes in an exact manner while the current I remains unaffected. The agent that is essentially responsible for is, options are A, source of EMF, option B, electric field produced by charges accumulated on the surface of wire, and option C, the charges just behind a given segment of the wire which push them but the right way by repulsion, and option D, the charges ahead. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കിൾ. അതൊരു സർക്കിളിന്റെ ഫോമിലാണുള്ളത്. കറണ്ട് ക്യാരിയിങ് വയറിനെ നമ്മളൊരു സർക്കിളിന്റെ ഷേപ്പിലാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണ്. കറണ്ട് ഡെൻസിറ്റി എന്താണ്? ജെ ആണ്. ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിലെ കറണ്ട് റിമെയിൻസ് അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് സെയിം ആണ്, പക്ഷെ അതിനകത്തുണ്ടാവുന്ന കറണ്ട് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് വേരീസ്. ഓക്കെ, അതായത് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഒരു എക്സാക്ട് മാനറിൽ, ദാറ്റ് ചേഞ്ചസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഏജന്റ് ദാറ്റ് ഈസ് എസെൻഷ്യലി റെസ്പോൺസിബിൾ ഫോർ ഈസ്, അതായത് കറണ്ട് ഡെൻസിറ്റിക്ക് മാറ്റം വരുത്തുന്ന ഏത് കമ്പോണന്റ് ആണ് അല്ലെങ്കിൽ ഏത് ഏജന്റ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോഴ്സ് ഓഫ് EMF ആണ്, ഓർ ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ദ ചാർജസ് ജസ്റ്റ് ബിഹൈൻഡ് എ ഗിവൺ സെഗ്മെന്റ് ഓഫ് വയർ, ദെൻ ദ ചാർജസ് എഹെഡ്. അപ്പൊ ഇതിലേത് ഓപ്ഷൻ ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അതായത് കറണ്ട് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏത് ക്വാണ്ടിറ്റി ആണെന്നുള്ളതാണ് കാണാനുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ഇവിടെ എന്ത് ക്വാണ്ടിറ്റിയാണ് നോക്കേണ്ടത്? അതായത് കറണ്ട് ഡെൻസിറ്റിയുടെ കാര്യം മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. കറണ്ട് ഡെൻസിറ്റിക്ക് മാറ്റം വരാൻ ഏത് ഏജന്റ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് ഏജന്റ് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ ആദ്യം കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് നോക്കേണ്ടത്, അല്ലെ? എന്താണ് കറണ്ട് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ? J is equal to സിഗ്മ E ആണ്. ഓക്കെ, J is equal to സിഗ്മ ഇൻറ്റു E ആണ്. സിഗ്മ എന്ന് പറയുന്നത് അവിടുത്തെ കണ്ടക്ടിവിറ്റി ആണ്. ദെൻ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. സിഗ്മ is equal to 1/ρ ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് സിഗ്മ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് സിഗ്മ എന്ന് പറയുന്ന ടേം, അതായത് കണ്ടക്ടിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കണം. അതായത് സിഗ്മ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/ρ ആണ്. ആൻഡ് അതെങ്ങനെ എഴുതാൻ പറ്റും? റോ നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ? റോ കാണാനെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതായത് 1/ρ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? L/R into A ആണ്. അതായത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി പിന്നീട് വരുന്നത് ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോ J is equal to സിഗ്മ E എന്ന് പറയുന്ന ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് കറണ്ട് അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കറണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പിന്നെ വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് നോക്കാം. അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടില്ല, ലെങ്ത് ഇല്ല, ഇനി കറണ്ട് തന്നിട്ടുണ്ട്, പക്ഷെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏതായിരിക്കും ഇവിടെ പിന്നീട് വരുന്ന ഓപ്ഷൻ? ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ്. അപ്പൊ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് പറയാൻ പറ്റും നമുക്ക്? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ചാർജസ് അക്യുമുലേറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് വയർ. ഈ ഒരു രീതിയിലാണ് നമ്മളോട് കറണ്ട് ഡെൻസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷൻ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് ഏത് ഫാക്ടേഴ്സ് ആണോ തന്നിട്ടുള്ളത് അപ്പൊ അത് എടുത്ത് എഴുതാം. അപ്പൊ ഇവിടെ കറണ്ട് അൺഅഫക്റ്റഡ് ആയതുകൊണ്ട് പിന്നീട് വരുന്നത് ഏത് ടേം മാത്രമാണ്? ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ്. സോ ദാറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദി ചേഞ്ച് ഇൻ കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോൺസ് ഡിറ്റർമിൻസ് ദ കറണ്ട് ഇൻ എ കണ്ടക്ടർ? അതായത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോൺ ആണ് ഒരു കറണ്ട്, ഒരു കണ്ടക്ടറിനകത്ത് ഉണ്ടാവുന്ന കറണ്ടിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഡ്രിഫ്റ്റ് വെലോസിറ്റി എലോൺ, ദെൻ ഓപ്ഷൻ ബി
thermal velocity alone, option C both drift velocity and thermal velocity, and option D neither drift velocity nor thermal velocity. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഒരു കണ്ടക്ടറിലൂടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോയെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. I is equal to NEAVD ആണ്. കാരണം ഇവിടെ തന്നിട്ടുള്ളതിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കൂടെ വരുന്ന കറണ്ടിന്റെ ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. I is equal to NEAVD ആണ്. N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. Then E എന്ന് പറയുന്നത് that is charge of electron, A is the area of cross section, VD is the drift velocity. ഇപ്പൊ ഇത്രയും ഫാക്ടേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതായിരിക്കും കറണ്ട് ഫ്ലോ ഡിറ്റർമിൻ ചെയ്യുന്നത്? യെസ്, ഇവിടെ ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. That is drift velocity alone ആണ്. Option A is the correct answer. Now we can move to the next question. The question is, a metal rod of length 10 centimeter and a rectangular cross section of 1 centimeter into 1/2 centimeter is connected to a battery across opposite phases. The resistance will be maximum when the battery is connected across 1 centimeter into 1/2 centimeter phases. Then option B, maximum when the battery is connected across 10 centimeter into 1 centimeter phases. Option C, maximum when the battery is connected across 10 centimeter into 1/2 centimeter phases. And option D, same irrespective of 3 phases. Okay, അപ്പൊ ഇതില് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? മാക്സിമം റെസിസ്റ്റൻസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു മെറ്റൽ റോഡാണ് വിച്ച് ഹാസ് ലെങ്ത് 10 സെന്റിമീറ്റർ, അതുപോലെ തന്നെ അതിന്റെ ക്രോസ് സെക്ഷൻ എത്രയാണ്? 1 സെന്റിമീറ്റർ ഇൻറ്റു 1/2 സെന്റിമീറ്റർ ആണ്. അത് നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ റെസിസ്റ്റൻസ് നമുക്ക് മാക്സിമം കിട്ടുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് റെസിസ്റ്റൻസ് മാക്സിമം ആവുക കാണുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതി നോക്കാം അല്ലെ. R is equal to, ഇക്വേഷൻ ഓൾറെഡി അറിയാം, റോ ഇൻറ്റു L ബൈ എ ആണ്. അതായത് R is equal to റോ ഇൻറ്റു L ബൈ എ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് R മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? L ബൈ എ മാക്സിമം ആയിരിക്കണം. അതായത് L ബൈ എ മാക്സിമം വരണമെന്നുണ്ടെങ്കിൽ ഏരിയ എന്തായിരിക്കണം? മിനിമം ആവണം. ഏറ്റവും മിനിമം ഏരിയക്കാണ് എന്ത് കിട്ടുക? L ബൈ എ മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏത് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മിനിമം ഏരിയ കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ മിനിമം ഏരിയ കിട്ടുന്നത് ഏത് കേസിലായിരിക്കും? യെസ്, ഏറ്റവും മിനിമം വാല്യൂസ് വരുമ്പോഴാണ് അല്ലെ. ദാറ്റ് ഈസ് 1 സെന്റിമീറ്റർ ഇൻറ്റു 1/2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഏരിയ മിനിമം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ L ബൈ എ മാക്സിമം വാല്യൂ കിട്ടും. സോ റെസിസ്റ്റൻസ് ഓൾസോ വിൽ ബി മാക്സിമം. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ദാറ്റ് ഈസ് ദ resistance will be maximum when the battery is connected across 1 centimeter into 1/2 centimeter phases. Clear? Now we have another question. Question is, when cell of EMF E is connected with an external resistance R, the potential difference across the cell becomes V. The expression for internal resistance of the cell is. Options are E minus V by V into R. Option B, E plus V by E into R. Then option C, V minus E by V into R. And option D is V minus E by E into R ആണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റിനകത്ത്? ഒരു സെല്ല്, അതിന്റെ EMF ക്യാപിറ്റൽ E ആണ്, വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആറിനോടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എന്തായിരിക്കും? V ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം, ഇന്റേണൽ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സാധാരണ യൂസ് ചെയ്യാറുള്ള എക്സ്പ്രഷൻ ഏതാണ്? V is equal to E minus IR എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അല്ലെ. V is equal to E minus I into R എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇനി അതിനകത്ത് E എന്ന് പറയുന്നത് സെല്ലിന്റെ EMF ആണ്, ദെൻ I കറണ്ട് ആണ്. അതപ്പോ കറണ്ട് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? സാധാരണ ഒരു സർക്യൂട്ടിനകത്ത് കറണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഓംസ് ലോ യൂസ് ചെയ്യാം. I is equal to V by R ആണ്. ഓക്കെ, ഇനി നമ്മൾ V is equal to E minus IR നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത I ഇൻറ്റു സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ്. അത് റീഅറേഞ്ച് ചെയ്ത് കിട്ടാവുന്നതല്ലേ ഉള്ളൂ. അതായത് V is equal to E minus IR ൽ നിന്ന് സ്മോൾ ലെറ്റർ R എങ്ങനെ കാണാം? യെസ്, R is equal to E minus V by I എന്ന് എഴുതാം അല്ലെ. ഇനി പക്ഷെ നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനകത്ത് ഐയുടെ ടേം ഇല്ല.
അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം, I is equal to V by R എന്ന് പറയുന്ന ഇക്വേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതണം. സോ എങ്ങനെ എഴുതാൻ പറ്റും, R is equal to E minus V by Iക്ക് പകരം എന്ത് എഴുതാം, V by R എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താവും, റീഅറേഞ്ച് ചെയ്താൽ E minus V by V into R എന്ന് എഴുതാലോ. ഐക്ക് പകരം V by R എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഏതാണ്, യെസ്, E minus V by V into R ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് relation for finding the internal resistance of the cell. Clear? Next we have the current density. Current density means that is the number of free electrons per volume ആണ്. In a metallic conductor is of the order of, അതായത് current density ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസിൽ ഉണ്ടാവുന്ന കറണ്ട് ഡെൻസിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. The options are option A 10 to the power 28, option B 10 to the power 23, option C 10 to the power 20 and option D 10 to the power 15. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതായത് കറണ്ട് ഡെൻസിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത് ഇൻ ദ കേസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, യെസ്, 10 to the power 28 ആണ് നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസിൽ. ദാറ്റ് വിൽ ബി ഇൻ ദി ഓർഡർ ഓഫ് 10 to the power 28 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് which of the following IV characteristic represent the characteristic of a ohmic conductor? അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമുക്ക് 4 ഗ്രാഫ്സ് തന്നിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, IV ക്യാരക്ടറിസ്റ്റിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് IV ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓമിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഏതായിരിക്കും ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രാഫ് എന്നുള്ളതാണ് കാണേണ്ടത്. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഓംസ് ലോയുടെ ഗ്രാഫ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് IV ഗ്രാഫ് ആണ്. V is taken along x axis and I is taken along y axis. So first ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. The shape is as shown in the figure. Now we have the other three graphs. So the other graphs are also shown in the figure. അപ്പൊ നമുക്ക് ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം ഓമിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ് IV ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ IV ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ദാറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണ്. അതായത് I is proportional to V ആണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഗ്രാഫ് വരുന്നത്, സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും, ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. സോ ഇൻ ദിസ് കേസ് യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം കർവ്ഡ് ആയിട്ടുള്ള ഗ്രാഫ്സ് ആണ് വരുന്നത്. സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നത് ഏതിൽ മാത്രമാണ്, ഓപ്ഷൻ ഡിയിലാണ്. സോ ഓംസ് ലോയുടെ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി ഓംസ് ലോ ഒബേ ചെയ്യുന്നതാണ്. അപ്പോൾ ഓംസ് ലോയുടെ ഗ്രാഫ് തന്നെ ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ IV characteristics of ohmic conductor remains constant throughout. Clear? Now we have another question. Now we can move to the next question. The question is, what is the potential difference between points A and B in the following circuit? നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിനകത്ത് A, B, C, D എന്ന് പറയുന്ന 4 പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, എക്കും ബിക്കും ഇടയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഓരോന്നിലും ഉണ്ടാവുന്ന റെസിസ്റ്റേഴ്സ്, അതായത് എല്ലാം 5 ഓം റെസിസ്റ്റേഴ്സ് ആണ്. ഇനി അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള അതായത് EMF എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഓപ്ഷൻസ് ആർ 10 വോൾട്ട്, 5 വോൾട്ട്, 2.5 വോൾട്ട് ആൻഡ് 20 വോൾട്ട്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആദ്യം നമുക്ക് സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഇനി ഈ സർക്യൂട്ടിൽ നമുക്ക് 2 സെക്ഷൻസ് കാണാൻ പറ്റും അല്ലെ. അതായത് ADC എന്ന് പറയുന്ന ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 റെസിസ്റ്റേഴ്സ്, രണ്ടും 5 ഓം വീതമാണ്. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് അല്ലെ. അപ്പൊ അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസിലായതുകൊണ്ട് അവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, R1 + R2 ആയിരിക്കില്ലേ. സോ ദാറ്റ് വിൽ ബി 10 ഓം. 5 + 5 ആയിരിക്കും. ഓക്കെ, അതേപോലെ ABC എന്ന് പറയുന്ന സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഓൾസോ 2 റെസിസ്റ്റേഴ്സ് ആർ ദർ. അതായത് ഒരു 5 ഓമും 5 ഓം റെസിസ്റ്റേഴ്സ് വീതമുണ്ട്. അതായത് AB എന്ന് പറയുന്ന സൈഡിൽ ഒരു 5 ഓം ഉണ്ട്, BC എന്ന് പറയുന്ന സൈഡിൽ ഒരു 5 ഓം ഉണ്ട്. ദീസ് 2 റെസിസ്റ്റേഴ്സ് ആർ ഓൾസോ ഇൻ സീരീസ്. അത് രണ്ടും വീണ്ടും എങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും, again 5 + 5 അല്ലേ. സോ ദാറ്റ് ഈസ് 10 ഓം. അപ്പൊ 2 സൈഡിലും ഉണ്ടാവുന്ന 10 ഓം റെസിസ്റ്റേഴ്സിനെ നമ്മൾ ഒരു ഇക്വലന്റ് സർക്യൂട്ടായി വരയ്ക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ പാരലൽ കോമ്പിനേഷൻ അല്ലെ. ഇവ രണ്ടും മ്യൂച്വലി എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതായത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്? ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം, 1/5
5 plus 5 plus 1 by 5 plus 5 അതായത് 1/10 plus 1/10 ആണ്. സോ ഇക്വലന്റ് വാല്യൂ എന്ന് പറയുന്നത് 5 ഓം ആണ്. ഓക്കെ, അതായത് സർക്യൂട്ടിനകത്ത് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ഓം ആണ്. ഇനി നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം എന്നുണ്ടെങ്കിൽ V is equal to എങ്ങനെ കാണാം? I into R ആണ്. അപ്പൊ ഇവിടുത്തെ കറണ്ട് എത്രയാന്ന് കാണണം. R മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറണ്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ? I is equal to yes V by R അല്ലേ. സോ V എന്ന് പറയുന്നത് ഇവിടെ 10 വോൾട്ട് ആണ്. സോ 10/5 എന്ന് എഴുതാം. 5 is the equivalent resistance. അപ്പൊ കിട്ടുന്ന എത്രയാണ്? 2 ആംപിയർ ആണ്. അപ്പൊ ഈ സർക്യൂട്ടിനകത്ത് ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആംപിയർ ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്കും ബിക്കും ഇടയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി ഈ എ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്, അതായത് ഒരു ബ്രാഞ്ച് ആണ് അല്ലെ. ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് സ്പ്ലിറ്റ് ആവില്ലേ? ടോട്ടൽ കറണ്ട് 2 ആണ്. ഈ 2 ഓംന്ന് അതായത് 2 ആംപിയറില് ഈ ഒരു ബ്രാഞ്ചിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ദാറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2. അതായത് രണ്ട് ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടുള്ള കറണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ 1 ആംപിയർ 1 ആംപിയർ ആണ് എന്ത് ചെയ്യുന്നത്? രണ്ട് സൈഡിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന സൈഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് 5 ഓം ആണ്. നമുക്കപ്പോ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാലോ. എങ്ങനെ കാണാം? കറണ്ട് 1 ആംപിയറും റെസിസ്റ്റൻസ് 5 ഓം ആണെന്നുണ്ടെങ്കിൽ what will be the potential difference? Yes, that will be 1 into 5. ഓക്കെ, ദാറ്റ് ഈസ് 5 വോൾട്ട് ആണ് അവിടെ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, next again we have a question that is two batteries of EMFs E1 and E2. അതിൽ തന്നിട്ടുണ്ട് E2 greater than E1 ആണ്. ഓക്കെ, അതായത് രണ്ട് EMFs ഉണ്ട്, അതിൽ E2 is greater than E1 and internal resistances are R1 and R2 respectively are connected in പാരലൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമുക്ക് തന്നിട്ടുള്ള ഡയഗ്രത്തിൽ പോലെയാണ്, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് EMFും രണ്ട് ഇന്റേണൽ റെസിസ്റ്റേഴ്സുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. So here based on the diagram we have the options. First option idana, the equivalent EMF E equivalent of the two cells is between E1 and E2. അതായത് equivalent EMF എന്ന് പറയുന്നത് എന്തിന് between ആയിരിക്കും? E1 ന്റെയും E2 ന്റെയും വാല്യൂസിന് in between ആയിരിക്കും. അതായത് E1 less than E equivalent less than E2 എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് E2 is yes ഗ്രേറ്റർ ദാൻ E1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ E2 ആണ് ഗ്രേറ്റർ എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. ഫസ്റ്റ് കേസിൽ E1 ലെസ് ദാൻ E ഇക്വലന്റ് ലെസ് ദാൻ E2 എന്നുള്ളതാണ് തന്നിട്ടുള്ള ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്, ദ ഇക്വലന്റ് EMF E ഇക്വലന്റ് ഈസ് സ്മോളർ ദാൻ E1. E1നേക്കാൾ ചെറുതായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇക്വലന്റ് EMF എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ ഇതാണ്, ദ ഇക്വലന്റ് EMF is given by E equivalent is equal to E1 plus E2 always. അതായത് ഈ ഇക്വലന്റിന്റെ വാല്യൂ നമുക്ക് E1 plus E2 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് തേർഡ് ഓപ്ഷൻ. ദെൻ ഫോർത്ത് ഓപ്ഷൻ ഈസ് E equivalent is independent of internal resistances R1 and R2. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സെല്ലുകളും അതേപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസുകളും വരുന്ന ഒരു സർക്യൂട്ട് ഒരു പാരലൽ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വലന്റ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അതായത് ഇക്വലന്റ് EMF എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷന്റെ കേസിൽ എങ്ങനെ എഴുതാൻ പറ്റും? E equivalent is equal to E1 R2 plus E2 R1 divided by R1 plus R2 ആണ്. അപ്പൊ അതാണ് കറക്റ്റ് ഇക്വേഷൻ. E1 R2 plus E2 R1 divided by R1 plus R2. അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പാരലലും അതുപോലെ തന്നെ സീരീസിന്റെ കേസിലുമുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ കേസിൽ ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അതായത് ഓപ്ഷൻ സി എന്താണ്? റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം E equivalent is equal to E1 plus E2 എന്ന് പറയുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള വാല്യൂ ആണ് കിട്ടുക അല്ലെ. സോ ഓപ്ഷൻ സി ഇസ് നോട്ട് ദി കറക്റ്റ് ഓപ്ഷൻ. അതേപോലെ തന്നെ എന്തും ഓപ്ഷൻ ആയിരിക്കില്ല. E equivalent is independent of internal resistances എന്ന് പറഞ്ഞാലും എന്താണ്? അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. E1 R2 അതുപോലെ E2 R1 അവ രണ്ട് ടേമിലും എന്ത് വരുന്നുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. ലാസ്റ്റ് രണ്ട് ഓപ്ഷൻസ് തെറ്റാണ്. ഇനി വാട്ട് അബൌട്ട് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻസ്? ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്? E1 ലെസ് ദാൻ E ഇക്വലന്റ് ലെസ് ദാൻ E2 ആണ് അല്ലെ. അപ്പൊ അതും ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അത് കറക്റ്റ് ഓപ്ഷൻ അല്ലേ. കാരണം ഈ ഇക്വലന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തിന് ബിറ്റ്വീൻ ആയിരിക്കും? E1നും E2നും ഇടയ്ക്കുള്ള ഒരു വാല്യൂയിലേക്ക് കിട്ടുക. ഇനി സെക്കൻഡ് ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്?
the equivalent EMF is smaller than E1 ആണ്. അപ്പൊ ഒരിക്കലും E1-നേക്കാളും ചെറുതാവില്ല equivalent value എന്ന് പറയുന്നത്, because E2 is greater than E1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ is the correct answer. ഓക്കെ, ഓപ്ഷൻ എ, അതായത് the equivalent EMF E equivalent of the two cells is between E1 and E2, that is E1 less than E equivalent less than E2. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ്, കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിർച്ചോഫ് റൂൾസ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.